2024 T20 ലോകകപ്പിലെ മിന്നുന്ന വിജയത്തിന് തൊട്ടു പിന്നാലെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള T20 പരമ്പരയ്ക്ക് ഇറങ്ങിയ ഇന്ത്യ അതേ മേധാവിത്വം തുടർന്ന് ആ പരമ്പരയിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ഏകദിന പരമ്പരയിൽ ആ പ്രകടനത്തിന്റെ നാലിലൊന്ന് പോലും ആവർത്തിക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. ശ്രീലങ്കൻ സ്പിന്നർമാരുടെ മികച്ച പന്തുകൾക്ക് മുമ്പിൽ രോഹിത് ശർമ്മ ഒഴികെയുള്ള ഒറ്റ ബാറ്റർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതോടെ പരമ്പര കൈവിടുന്ന അവസ്ഥയിൽ ഇന്ത്യക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ബുധനാഴ്ച നടക്കുന്ന മത്സരം കൂടി പരാജയപ്പെട്ട ശ്രീലങ്കയ്ക്കെതിരെ 1997 ശേഷം ഒരു സമ്പൂർണ്ണ പരാജയം ഇന്ത്യ അഭിമുഖീകരിക്കേണ്ടതായി വരും. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര നല്ലൊരു സിമ്പൽ അല്ല. KL രാഹുലിന്റെ ഫോം, പ്രത്യേകിച്ച് അദ്ദേഹം ബാറ്റിങ്ങിലും കീപ്പിങ്ങിലും ഒക്കെ വളരെ കോൺഫിഡൻസ് കുറവോടെയാണ് കാണപ്പെടുന്നത് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഘടകമാണ്. സഞ്ജു സാംസൺ T20 പരമ്പരയിൽ 0-ന് പുറത്തായതിന് തൊട്ടു പിന്നാലെ വലിയ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത്. എന്നാൽ KL രാഹുലിനെ പോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം ഇന്നലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കളിക്കാതെ 0-ന് തന്നെ പുറത്തായിരുന്നു. അദ്ദേഹത്തിനെ ഒന്നും അധികം ആരും ഒന്നും പറയുന്നില്ല. ഇതെന്താണ് മലയാളി താരത്തിന് മാത്രമാണോ ഈ ഇരട്ട നീതി എന്നാണ് ചിലർ ചോദിക്കുന്നത്.